ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോളിഡേ ലാബിൻ്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ ന്യൂ മോഡൽ ബ്രിസ എന്ന വാഹനത്തിൻ്റെ ഒരു എയർ ബാഗ് വാണിംഗ് ലാമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ്. ഈ വാഹനത്തിൻ്റെ മീറ്ററിൽ എയർ ബാഗിൻ്റെ ഒരു വാണിംഗ് ലാമ്പ് കത്തിക്കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാഹനത്തിന് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും തന്നെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടാൽ മാത്രമേ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നിസാരമെന്ന് കരുതുന്ന ചെറിയ ഒരു കാരണങ്ങൾ പോലും നമ്മുടെ വാഹനത്തിന് ഒരു കംപ്ലയിൻറ്റ് വരുത്താൻ പര്യാപ്തമാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴേക്കും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോളിഡേ ലാബിൻ്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ ന്യൂ മോഡൽ ബ്രിസയുടെ ഒരു എയർ ബാഗ് വാണിംഗ് ലാമ്പ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണ്. നമ്മുടെ മീറ്ററിൽ എയർ ബാഗിൻ്റെ വാണിംഗ് ലാമ്പ് കത്തിക്കിടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കംപ്ലയിൻറ്റ്. നിങ്ങൾ കാണുന്നുണ്ടാവും വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും മീറ്ററിൽ എയർ ബാഗിൻ്റെ സിമ്പൽ കത്തിക്കിടക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഹാൻഡ് ബ്രേക്കും ഡോറും അതുപോലെ സീറ്റ് ബെൽറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ അടിയിൽ എയർ ബാഗിൻ്റെ വാണിംഗ് ലാമ്പും കത്തിക്കിടക്കുന്നുണ്ട്. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് എയർ ബാഗിൻ്റെ സിസ്റ്റത്തിൽ ഒരു കറണ്ട് കോഡ് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് എന്താണ് ആ കോഡ് എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. നമ്മളതിൻ്റെ DTC പരിശോധിക്കുമ്പോഴേക്കും B10621A പാസഞ്ചർ എയർ ബാഗ് ഫസ്റ്റ് സ്റ്റേജ് സർക്യൂട്ട് ലോ റെസിസ്റ്റൻസ് എന്നുള്ളതാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. അത് കറണ്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കോഡ് വന്നതുകൊണ്ടാണ് നമ്മുടെ എയർ ബാഗിൻ്റെ വാണിംഗ് ലാമ്പ് അതിൽ കത്തിക്കിടക്കുന്നത്. നമ്മൾ എയർ ബാഗിൻ്റെ ഡാറ്റ പരിശോധിക്കാനാണ്. വോൾട്ടൊക്കെ പ്രോപ്പറായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഡ്രൈവർ എയർ ബാഗിൻ്റെ റെസിസ്റ്റൻസ് 3.0 ഓംസ് കാണിക്കുന്നുണ്ട്. പക്ഷേ പാസഞ്ചർ എയർ ബാഗിൻ്റെ റെസിസ്റ്റൻസ് 0.2 ഓംസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റിൻ്റെ രണ്ട് സൈഡിലത്തെ പ്രീ ടെൻഷനറുടെ റെസിസ്റ്റൻസും 2.2 വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലാകെ കുറവായിട്ട് കാണിക്കുന്നത് പാസഞ്ചർ സൈഡ് എയർ ബാഗിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അത് 0.2 ഓംസ് ആണ് കാണിക്കുന്നത്. സാധാരണയായി 2 എബോ ആണ് ആ റെസിസ്റ്റൻസ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ റെസിസ്റ്റൻസ് ലോ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എയർ ബാഗിൻ്റെ വാണിംഗ് ലാമ്പ് കത്തി കിടക്കുന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനെ വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ എയർ ബാഗിൻ്റെ തന്നെ ഇഷ്യൂ എന്തെങ്കിലും കൊണ്ടാണ് വരുള്ളൂ. കാര്യം അല്ലെങ്കിൽ അവിടെ 0 വയറിങ്ങിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരുന്നെങ്കിൽ അവിടെ 0 കാണിച്ചു തന്നെ. പക്ഷേ ഇതിൽ 0.2 ഓംസ് കാണിക്കുന്ന കാരണം എന്തോ റെസിസ്റ്റൻസ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കണക്ഷനുകളൊന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ എയർ ബാഗിൻ്റെ മൊഡ്യൂളാണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. മൊഡ്യൂൾ ഡാഷ്ബോർഡിൽ നിന്ന് ഊരിയെടുത്ത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഡാഷ്ബോർഡിൻ്റെ അടിയിൽ 2 12-ൻ്റെ ബോൾട്ടും അതുപോലെ തന്നെ 2 10-ൻ്റെ ബോൾട്ടും വരും. അത് അഴിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എയർ ബാഗ് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കൂ. അപ്പോൾ ഞാൻ ബോൾട്ടൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ബാഗിൻ്റെ അടിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന കപ്ലർ റിമൂവ് ചെയ്യണം. അതിന് നമുക്ക് ആദ്യം തന്നെ അതിന് നടുക്കുള്ള യെല്ലോ ലോക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ആക്കണം. ഞാൻ ഓൾറെഡി ബാക്കിലോട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ബാക്കോട്ട് തള്ളി നിൽക്കുന്നത്. അത് ലോക്ക് താഴത്തോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഓറഞ്ച് നീക്കണ പീസ് ജസ്റ്റ് താഴത്തോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയർ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് കണക്ഷൻ ഡിസ്കണക്ട് ആവും. അപ്പോൾ ഞാൻ എയർ ബാഗിൽ നിന്ന് നമ്മുടെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മേളിലേക്ക് എയർ ബാഗ് ഊരിയെടുക്കാം. അപ്പോൾ നമ്മൾ എയർ ബാഗ് മേളിലോട്ട് പൊക്കി ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പാസഞ്ചർ സൈഡ് എയർ ബാഗ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എയർ ബാഗിൻ്റെ കപ്ലർ. ഇതാണ് നമ്മൾ താഴത്തുനിന്ന് റിമൂവ് ചെയ്തത്. ഇത് റിമൂവ് ചെയ്ത് ഡാഷ്ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ആ മുകൾ ഭാഗത്തു നിന്നാണ് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയത് പാസഞ്ചർ എയർ ബാഗിൻ്റെ റെസിസ്റ്റൻസ് ലോ എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് മൾട്ടിമീറ്റർ വെച്ച് പരിശോധിക്കാൻ സാധിക്കില്ല. മൾട്ടിമീറ്റർ വെച്ച് നമ്മുടെ എയർ ബാഗ് പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എയർ ബാഗ് പൊട്ടാനുള്ള സാധ്യതകളുണ്ട്. മൾട്ടിമീറ്ററിലെ ചാർജ് എയർ ബാഗിലോട്ട് ചെന്നിട്ട് അങ്ങനെ പൊട്ടാം. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ബാഗിൻ്റെ കണക്ഷനിലൊന്നും കൈകൊണ്ട് പോലും തുടരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് കാരണം നമുക്ക് റെസിസ്റ്റൻസ് നോക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് ഞാൻ വേറൊരു വണ്ടിയുടെ സെയിം മോഡൽ എയർ ബാഗ് മൊഡ്യൂൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മൊഡ്യൂൾ വെക്കുമ്പോൾ കംപ്ലയിൻറ്റ് പോകുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് എയർ ബാഗിൻ്റെ ഒരു കറണ്ട് കോഡ് അപ്പോഴും കാണിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് കോഡെന്ന് നോക്കാം. B10621A. നമ്മൾ നേരത്തെ നോക്കിയ സെയിം കോഡ് തന്നെയാണ് ഈ എയർ ബാഗ് കണക്ട് ചെയ്തിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എയർ ബാഗ് മൊഡ്യൂളിൻ്റെ ഇഷ്യൂ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. ഞാനൊന്നും കൂടി ഡാറ്റ എടുത്ത് പരിശോധിക്കുന്നതാണ്. ഡാറ്റയിൽ പാസഞ്ചർ എയർ ബാഗിൻ്റെ റെസിസ്റ്റൻസ് ഇപ്പോഴും 0.2 ഓംസ് തന്നെയാണ് കാണിക്കുന്നത്.
ഡ്രൈവർ എയർ ബാഗിൻ്റെ റെസിസ്റ്റൻസ് 3 ohms തന്നെയുണ്ട്. അതുപോലെ തന്നെ 2 പ്രീ ടെൻഷനറുടെ റെസിസ്റ്റൻസും 2.2 ആ റേഞ്ച് തന്നെയാണ്. അതിലൊന്നും യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല. പാസഞ്ചർ എയർ ബാഗിലാണ് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ കിടക്കുന്നത്. അതിൽ പുതിയത് വേറെ വെച്ചിട്ടും കംപ്ലൈൻറ്റ് മാറിയിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചത്, നമ്മുടെ ഈ എയർ ബാഗ് മൊഡ്യൂളിൻ്റെ ഈ താഴത്തുള്ള ഈ കപ്ലറിലേക്ക് നമ്മൾ കൈ, അതായത് വിരൽ ജസ്റ്റ് ഒന്ന് ആ കപ്ലർ തള്ളി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയർ ബാഗിൻ്റെ ഡാറ്റയിൽ വ്യത്യാസം വരുന്നുണ്ട്. അതൊന്ന് പിടിച്ചൊന്ന് കാണിച്ചു തരാം. ഞാൻ കൈ ഒന്ന് കയറ്റട്ടെ. ഞാനതിൽ പ്രസ് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പോൾ 0.2 ആണ്. ഞാനതിൽ പ്രസ് ചെയ്തപ്പോഴേക്കും 2.3 ohms വന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാൻ ഇനി ഒന്ന് കൈ എടുക്കാം. ഞാനതിൽ നിന്ന് കൈ എടുത്തപ്പോഴേക്കും വീണ്ടും 0.2 ആയി. ഞാൻ പ്രസ് ചെയ്തപ്പോഴേക്കും 2.3 ohms ആയി. അപ്പോൾ നമുക്ക് ആ കപ്ലറിൽ എന്തോ ലൂസ് കോണ്ടാക്റ്റ് ഉള്ളതുപോലെയാണ് തോന്നുന്നത്. അതായത് എയർ ബാഗിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ കാണുന്ന യെല്ലോ ഓറഞ്ച് കപ്ലർ, ഈ കപ്ലറിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഈ കപ്ലറിൽ നമ്മൾ കൈവച്ച് വെറുതെ ഇതുപോലെ ഒന്ന് ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അവിടെ റെസിസ്റ്റൻസ് മാറുന്നുണ്ട്. നമുക്ക് കൈ എടുക്കുമ്പോഴേക്കും പഴയതുപോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എയർ ബാഗ് മൊഡ്യൂൾ ഏതായാലും റീപ്ലേസ് ചെയ്ത് വെച്ചു. അതിൻ്റെ കംപ്ലൈൻറ്റ് എല്ലാം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി കപ്ലറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമ്മളത് പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ്ങും കൈ എടുക്കുമ്പോഴേക്കും റോങ് ആയിട്ടുള്ള റീഡിങ്ങും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടി ആ മൊഡ്യൂൾ ഡിസ്കണക്ട് ചെയ്തിട്ട് പരിശോധിച്ച് നോക്കേണ്ടി വരും. ആദ്യം നമുക്ക് ഒന്നും കൂടി ഈ വണ്ടിയിലത്ത് തന്നെ എയർ ബാഗ് മൊഡ്യൂൾ കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ വണ്ടിയിലുള്ളത് തന്നെയാണ്. അത് കണക്ട് ചെയ്തപ്പോഴേക്കും നമ്മുടെ പഴയ കോഡ് തന്നെ വീണ്ടും കാണിച്ചു, B10621A എന്നുള്ളത്. നമ്മൾ ഒന്നും കൂടി ഡാറ്റ എടുത്തിട്ടുണ്ട്. ഞാനിനി നമ്മുടെ വണ്ടിയിലുള്ള എയർ ബാഗ് മൊഡ്യൂൾ തന്നെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ കപ്ലറിലൊന്ന് ലോഡ് ചെയ്ത് നോക്കാൻ പോകുന്നതാണ്. അതിൻ്റെ റീഡിങ്ങിൽ വ്യത്യാസം വരുമോ എന്നറിയാനായിട്ട്. അപ്പോൾ കറണ്ടിൽ കിടക്കുന്നുണ്ട് നമ്മുടെ കോഡ്. ഞാൻ ഇനി ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഞാനത് കൈ ഒന്ന് കയറ്റട്ടെ. ഞാൻ പ്രസ് ചെയ്യാനാണ്. ഞാനവിടെ പ്രസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഡാറ്റ, അതായത് ഈ കറണ്ട് എന്നുള്ളത് ഹിസ്റ്ററിയിലോട്ട് പോകണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, കറണ്ട് എന്നുള്ളത് അത് ഹിസ്റ്ററിയിലോട്ട് മാറി. അതായത് അവിടെ കോണ്ടാക്റ്റ് പ്രോപ്പർ ആയപ്പോഴേക്കും അവിടെ കറണ്ട് എന്നുള്ളത് കംപ്ലൈൻറ്റ് മാറി ഹിസ്റ്ററിയിലോട്ടായി. ഞാൻ കൈ എടുത്തപ്പോഴേക്കും പിന്നെയും അത് കറണ്ട് എന്നുള്ള സ്റ്റേജിലോട്ട് വന്നു. ഞാൻ വീണ്ടും പ്രസ് ചെയ്തപ്പോൾ ഹിസ്റ്ററിയിലോട്ട് വന്നു. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മുടെ കംപ്ലൈൻറ്റ് ഉള്ളത്. ആ കപ്ലറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ ഒന്നും കൂടി റിമൂവ് ചെയ്തിട്ട് ആ കപ്ലറിൻ്റെ അവിടെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് എയർ ബാഗ് യൂണിറ്റ് അഴിച്ച് പുറത്തെടുക്കാം. അപ്പോൾ നമ്മുടെ എയർ ബാഗിൻ്റെ കപ്ലർ നമ്മൾ ഒന്നും കൂടി ഒന്ന് പരിശോധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കപ്ലർ പരിശോധിക്കുമ്പോഴേക്കും അതിൻ്റെ ആ യെല്ലോ ലോക്കിംഗ് ക്ലിപ്പിൽ അറ്റത്ത് ജസ്റ്റ് എന്തോ പൊട്ടിപ്പോയ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു എയർ ബാഗിൻ്റെ കപ്ലർ ഒന്ന് എടുത്തിട്ട് നോക്കാൻ പോണേണ്. അവിടെ എന്തെങ്കിലും കട്ടായി പോയിട്ടുണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനൊരു എയർ ബാഗിൻ്റെ ഒരു സോക്കറ്റ് എടുത്തു. ഇതിന് എയർ ബാഗിൻ്റെ ഇതേപോലെ തന്നെ മൊഡ്യൂളിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടറാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കണക്ടർ എടുക്കുമ്പോഴേക്കും അതിൻ്റെ യെല്ലോ ആ ലോക്കിംഗ് ക്ലിപ്പിൻ്റെ ലെഗിനൊരു ഇത്തിരി നീളം കൂടുതലുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ വണ്ടിയിലുള്ളതിന് അത്രയും നീളമില്ല. അപ്പോൾ ഈ ഇത്രയും നീളം നമ്മുടെ വണ്ടിയിലുള്ളതിനില്ല. അപ്പോൾ ഈ ഡിസ്റ്റൻസിൻ്റെ എന്തോ ഒരു പ്രോബ്ലമാണ് നമുക്ക് നമ്മുടെ വണ്ടിയിൽ കംപ്ലൈൻറ്റ് വരാനുള്ള കാരണമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ യെല്ലോ ലോക്കിന് നീളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന എയർ ബാഗ് മൊഡ്യൂളിൽ 2 കണക്ഷൻ പോയിൻറ്റ്സ് ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ 2 കണക്ഷൻ പോയിൻറ്റ്സും തമ്മിൽ ഒരു ഷോർട്ടിംഗ് ബാർ ഇട്ട് ഷോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. ഒരു മെറ്റൽ പീസ് നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും. ഈ ഒരു മെറ്റൽ പീസ് നമ്മൾ ഷോർട്ടിംഗ് ബാർ എന്നാണ് പറയുന്നത്. ഈ 2 കണക്ഷൻ കൊടുക്കുന്ന പിന്നും കൂടി ഷോർട്ട് ചെയ്ത് ഈ ഒരു ബാറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം അത് ഈക്വലായിട്ട് സപ്ലൈ കിട്ടാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ കപ്ലർ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും കാരണം കൊണ്ട് ആ പിന്നിലേക്ക് എന്തെങ്കിലും വോൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ഈക്വൽ ചെയ്തിട്ട് ഇത് പൊട്ടാതിരിക്കുന്നതിന് വേണ്ടി ഒരു സേഫ്റ്റിക്ക് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഇതിൻ്റെ പോയിന്റിൽ വിരൽ വെച്ച് പോലും തൊടാൻ പാടില്ലെന്നാണ് പറയുന്നത്. കാര്യം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി മതി ഇത് ചിലപ്പോൾ പൊട്ടാനായിട്ട്. അപ്പോൾ അതുപോലും പാടില്ല. അപ്പോൾ അത് ഈക്വൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ ജമ്പർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഷോർട്ടിംഗ് ബാറിനെ അകത്തി കൊടുക്കുന്നത് ഈ കാണുന്ന യെല്ലോ ലോക്കിൻ്റെ ആ പീസ് അവിടെ ചെന്നിട്ടാണ്. പക്ഷെ നമ്മുടെ വാഹനത്തിൽ ഉള്ള ഈ യെല്ലോ ലോക്കിന് നീളക്കുറവാണ്. നമ്മുടെ കാണിച്ചതിൽ നല്ല നീളമുണ്ട്. അപ്പോൾ ഈ നീളക്കുറവ് ഈ ഷോർട്ടിങ്ങിനെ ബാധിക്കും. അതായത്
നമ്മൾ ശരിക്കും കപ്ലർ അതിലോട്ട് കണക്ട് ചെയ്തപ്പോഴേക്കും ആ യെല്ലോ ക്ലിപ്പ് അങ്ങോട്ട് ചെന്ന് ആ ഷോട്ടിങ് അകത്തി കൊടുക്കണം. എന്നാൽ മാത്രമാണ് രണ്ടിലോട്ടും പ്രോപ്പറായിട്ട് കണക്ഷൻ കിട്ടുകയുള്ളൂ. പക്ഷേ നമ്മുടെ വണ്ടിയിൽ ആ ലോക്കിന് നീളക്കുറവ് കാരണം അത് അകലാണ്ടിരിക്കുകയും ഫുൾ ടൈം ഷോർട്ടായിട്ട് തന്നെ. അപ്പോൾ ഷോർട്ടായിട്ടിരിക്കുമ്പോൾ ലോ റെസിസ്റ്റൻസ് എന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കും. കാര്യം കണക്ഷൻ കൊടുക്കുമ്പോഴേക്ക് റെസിസ്റ്റൻസ് ആ കോയിലിൻ്റെ ഉള്ള റെസിസ്റ്റൻസ് വരണം. പക്ഷേ ഇത് അകലാത്തത് മൂലം നമുക്കവിടെ ലോ റെസിസ്റ്റൻസ് ഷോർട്ടായിരിക്കുന്ന കാരണം ലോ റെസിസ്റ്റൻസ് കാണിക്കും. അപ്പോൾ ഈ ലെങ്ത്ത് ലോക്കിംഗ് പിന്നിൻ്റെ നീളത്തിൻ്റെ ചെറിയ വ്യത്യാസമാണ് നമ്മുടെ വാഹനത്തിന് കംപ്ലൈൻറ്റ് വന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ ഹോൾഡറിൽ നിന്നും നമ്മൾ യെല്ലോ ക്ലിപ്പ് പൊട്ടാതെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കി അത് റിമൂവ് ചെയ്യണം. ഞാൻ സർക്കിൾ പ്ലെയറൊക്കെ വെച്ച് സൈഡിൽ തിക്കിയാണ് നമ്മത് റിമൂവ് ചെയ്തെടുത്തത്. ഈ ഹോൾഡർ വാങ്ങിക്കാൻ നമുക്ക് ഓൾറെഡി കിട്ടുന്നതാണ്. അപ്പോൾ ആ യെല്ലോ ക്ലിപ്പ് ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാഹനത്തിൻ്റെ എയർ ബാഗിൻ്റെ കപ്ലറിൽ നിന്നും ആ യെല്ലോ ക്ലിപ്പ് റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഊരിയെടുത്ത യെല്ലോ ക്ലിപ്പ് നല്ല ക്ലിപ്പ് തിരിച്ച് അതിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് അതൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ കംപ്ലൈൻ്റ് ഉള്ള യെല്ലോ ക്ലിപ്പ് പുറകോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് അത് വലിച്ച് ഊരിയെടുക്കാം. ഇതുപോലത്തെ സർക്കിൾ പ്ലെയർ വെച്ച് ഈ രണ്ട് സൈഡിൽ കൂടി തിക്കിയിട്ടാണ് ഞാനത് ഊരിയെടുത്തത്. കാര്യം രണ്ട് സൈഡിൽ ലോക്ക് വരുന്നുണ്ട്. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനത് യെല്ലോ ക്ലിപ്പ് തിരിച്ച് ഊരിയെടുക്കുന്നതാണ്. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്ത് മാറ്റി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഇതിൽ നിന്നും റിമൂവ് ചെയ്തെടുത്തത്. അതിൻ്റെ ലെഗിൻ്റെ നീളം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ കംപ്ലൈൻറ്റ് ഇല്ലാത്ത അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തത്. രണ്ടും കൂടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടോ, ഒരെണ്ണത്തിൻ്റെ ലെങ്ത്തിൽ ഇച്ചിരി കൂടുതൽ, അതായത് നമ്മുടെ ഇടത്തെ സൈഡിലിരിക്കുന്നത് ഇച്ചിരി ലെങ്ത്ത് കൂടുതലും വലത്തെ സൈഡിലിരിക്കുന്ന ലെങ്ത്ത് കുറവുമാണ്. അപ്പോൾ ഈ ലെങ്ത്ത് കുറവുള്ളതാണ് നമ്മുടെ വണ്ടിയിൽ ഇരുന്ന് വെച്ചത്. അപ്പോൾ ഈ കുറവിൻ്റെ കാരണം കൊണ്ടാണ് നമ്മുടെ എയർ ബാഗിൻ്റെ വാണിംഗ് ലാമ്പായിട്ട് ലോ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു റീഡിങ് വരാനുള്ള കാരണം. അപ്പോൾ നമുക്കിനി നമ്മുടെ നല്ല ക്ലിപ്പ് എടുത്തിട്ട് നമ്മുടെ വണ്ടിയിലുള്ള സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാനാണ്. കറക്റ്റായിട്ട് തന്നെ ഞാൻ കയറ്റി അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള നല്ല ലെങ്ത്തായിട്ടുള്ള ആ ക്ലിപ്പ് തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് എയർ ബാഗ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോ റെസിസ്റ്റൻസ് എന്നുള്ള കംപ്ലൈൻറ്റ് മാറും. അപ്പോൾ നമുക്കിതിന് എയർ ബാഗിലോട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എയർ ബാഗിൻ്റെ മൊഡ്യൂൾ എടുത്തിട്ട് നമ്മൾ ഡാഷ്ബോർഡിലേക്ക് തിരിച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ബോൾട്ടൊക്കെ ഇടാനുണ്ട്. അപ്പോൾ നമുക്കിനി കണക്ഷൻ ഒന്ന് കൊടുത്തതിന് ശേഷം അത് പരിശോധിച്ചിട്ട് നമുക്കതൊക്കെ മുറുക്കാം. അപ്പോൾ ആ കാണുന്ന ഓറഞ്ച് കപ്ലർ നമുക്ക് അതിൻ്റെ നടുക്കെടുത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളതിൻ്റെ കപ്ലർ അതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കത്തെ യെല്ലോ ലോക്ക് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന കാണാം. ആ യെല്ലോ ഉള്ളിലേക്ക് നമ്മൾ തള്ളുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ലോക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ആ യെല്ലോയും കൂടി ഒന്ന് തള്ളി ആ കപ്ലർ ഫുള്ളായിട്ട് ലോക്ക് ചെയ്യാം. ആ യെല്ലോ ക്ലിപ്പിൻ്റെയാണ് നമുക്ക് അറ്റത്ത് പൊട്ടിയിരുന്നേച്ചത്. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് തന്നെ മര്യാദക്ക് പ്രസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ യെല്ലോ ക്ലിപ്പ് ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ അതിലോട്ട് കയറി ലോക്കായി. അപ്പോൾ ഇനി ആ കപ്ലർ റിമൂവ് ചെയ്യണമെങ്കിൽ ആ യെല്ലോ ക്ലിപ്പ് ആദ്യം റിമൂവ് ചെയ്യണം. അതിനുശേഷം വേണം ഓറഞ്ച് കപ്ലർ റിമൂവ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളിനി നെഗറ്റീവൊക്കെ കണക്ട് ചെയ്യണതാണ്. നമ്മൾ നെഗറ്റീവ് റിമൂവ് ചെയ്തിട്ടായിരുന്നു. ഇതാണ് നമ്മൾ അതിൽ നിന്ന് ഊരി മാറ്റിയ ക്ലിപ്പ്. ഇപ്പോൾ നമ്മുടെ കോഡ് ഹിസ്റ്ററിയിലോട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്തപ്പോഴേക്കും നമ്മളിപ്പോൾ കൈയൊന്നും തൊട്ടിട്ടില്ല, നമ്മുടെ യൂണിറ്റ് കയറ്റി പിടിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഹിസ്റ്ററിയിലോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പഴയ കോഡ് തന്നെയാണ്. B10621 എന്നുള്ളത് നമ്മുടെ സെയിം കംപ്ലൈൻറ്റ് തന്നെയാണ് ഇപ്പോൾ ഹിസ്റ്ററിയിലോട്ട് വന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്കിതിന് ക്ലിയർ ചെയ്ത് കളയണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് ഡാറ്റ ഒന്ന് പരിശോധിക്കാം ഇപ്പോൾ എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡാറ്റ നോക്കുമ്പോഴേക്കും ഇപ്പോൾ നമ്മുടെ പാസഞ്ചർ എയർ ബാഗിൻ്റെ റെസിസ്റ്റൻസ് 2.3 ohms എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ അവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ എയർ ബാഗിൽ പിടിക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട. കറക്റ്റായിട്ട് തന്നെ ഇപ്പോൾ 2.3 ohms എന്നുള്ളത് വാല്യൂ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ക്ലിപ്പ് മാറിയപ്പോഴാണ് നമുക്കിവിടെ റെസിസ്റ്റൻസ് പ്രോപ്പറായിട്ട് ഇവിടെ കിട്ടാൻ തുടങ്ങിയത്. അതുപോലെ മീറ്ററിൽ വാണില്ലാമ്പും പോയിട്ടുണ്ട്. നമ്മുടെ ഡാറ്റ ഇപ്പോൾ എല്ലാം പ്രോപ്പറായിട്ടുണ്ട്. നമുക്കിനി ഈ കാണുന്ന ഹിസ്റ്ററിയിലുള്ള കോഡ് കാണിച്ചിരിക്കുന്നതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ കോഡ് ക്ലിയർ ചെയ്യാനാണ്. അപ്പോൾ കോഡൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, സക്സസ് ആണ്. ഒരു പെൻഡിങ്ങോ ഹിസ്റ്ററിയോ കറണ്ടോ ഒരു കോഡും തന്നെ ഇപ്പം നിലവിൽ നമ്മുടെ വണ്ടിയുടെ സിസ്റ്റത്തിലില്ല. അതുപോലെ തന്നെ എയർ ബാഗ് വാണിംഗ് ലാമ്പൊക്കെ കെട്ട് പോയിട്ടുണ്ട്. നമുക്കിനി വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പരിശോധിക്കുക. അപ്പോൾ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്കിൻ്റെ വാണിംഗ് ലാമ്പ് മാത്രമേ ഉള്ളൂ. നമ്മുടെ എയർ ബാഗിൻ്റെ വാണിംഗ് ലാമ്പൊന്നും അവിടെ ഇല്ല, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഒന്നും കൂടി ഡാറ്റ പരിശോധിക്കുന്നതാണ്. യാതൊരുവിധ കോഡും നിലവിൽ വന്നിട്ടില്ല. ഡാറ്റയും പ്രോപ്പറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി നമുക്കൊരു 3-4 തവണ വണ്ടി ഓഫാക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കംപ്ലൈൻറ്റ് വരുന്നുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് നോക്കി കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കംപ്ലൈൻറ്റ് ഇവിടെ അവസാനിപ്പിക്കാം.
ചില കംപ്ലൈൻറ്റുകൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ 3 തവണ വണ്ടി ഓഫാക്കി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് 3 ഡ്രൈവ് സൈക്കിൾ എന്ന് പറയും. അപ്പോൾ അത് കാരണമാണ് നമുക്ക് 2 തവണ സ്റ്റാർട്ടാക്കി നോക്കണമെന്ന് പറയണത്. അപ്പോൾ ഞാൻ വണ്ടി ഓരോ തവണ ഇഗ്നിഷൻ ഓണാക്കി സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എയർ ബാഗിൻ്റെ വാണിംഗ് ലാമ്പ് കേടാനൊരു ഡിലേ പോലെ തോന്നുന്നുണ്ടാവും. അത് നോർമലാണ്. അത് ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ മൂന്നാമത്തെ നമ്മൾ സ്റ്റാർട്ടായതു, നമ്മുടെ വാണിംഗ് ലാമ്പ് ഓഫായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ടാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ വാണിംഗ് ലാമ്പ് ഇപ്പോൾ അവിടെ കത്തി കിടക്കുന്നുണ്ട്. ചെറിയൊരു ഡിലേ കഴിഞ്ഞിട്ട് ആ ലൈറ്റ് ഓഫായി പോകും. ഈ ലൈറ്റ് ഓഫായി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ വേറെ ഒരു ഡിലേയും കാണുന്നില്ല ലൈറ്റിൻ്റെ. പക്ഷേ അതിന് പകരം നമ്മൾ ഒറ്റയടിക്ക് തന്നെ വാഹനം സ്റ്റാർട്ടാക്കുകയാണെങ്കിൽ ആ ലൈറ്റ് അവിടെ കത്തി തന്നെ നിൽക്കും. അതായത് എയർ ബാഗിൻ്റെ ലൈറ്റ് അവിടെ കത്തി നിൽക്കും. അതായത് സെൽഫ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടൈമുണ്ട്. ആ ടൈം കഴിയുമ്പോഴേക്ക് അത് താനെ കെട്ടുപോകും. അപ്പോൾ നമ്മളിത് ഇഗ്നിഷൻ ഓണാക്കി ജസ്റ്റ് വെയിറ്റ് ചെയ്യാതെ ഒറ്റയടിക്ക് സ്റ്റാർട്ടാകണതുകൊണ്ടാണ് അതവിടെ കത്തി കിടക്കണ പോലെ തോന്നണത്. നമ്മൾ നോർമലായിട്ട് സ്റ്റാർട്ടാക്കി ഇഗ്നിഷൻ ഓണാക്കി ഒരു ഇച്ചിരി നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ കെട്ടുപോകും. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡൗട്ട് വരില്ല. അപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റുകളെല്ലാം ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. ഡാറ്റ എല്ലാം പ്രോപ്പറായിട്ട് തന്നെയാണ് നിലവിൽ വർക്ക് ചെയ്യണത്. യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാഹനത്തിന് കംപ്ലൈൻറ്റ് വരാനുള്ള കാരണം എയർ ബാഗിൻ്റെ ലോക്കിംഗ് ക്ലിപ്പിൻ്റെ നീളം ഇച്ചിരി കുറഞ്ഞു പോയതാണ്. അതെന്തോ ഒരു കാരണം കൊണ്ട് പൊട്ടിപ്പോയതായിരിക്കാം. കസ്റ്റമർക്ക് ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് ഈ കംപ്ലൈൻറ്റ് വന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചു, അത് നമ്മളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഊരിയകണം എല്ലാം തിരിച്ചു പിടിപ്പിച്ച് നമ്മൾ വർക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. നിങ്ങൾക്കപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഏതെങ്കിലും ഒരു തരത്തിൽ ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.